100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കെടുതിയിൽ കൈവിട്ട കഷ്ടകാലം. കേരളത്തിൽ UD സർക്കാർ നിലവിൽ വന്നിട്ട് 100 ദിവസം തികയും. വലിയ ഒരു കഷ്ടകാലത്തിലൂടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കഷ്ടകാലം കേരളത്തിലെ സഖാക്കൾക്കാണ് മാത്രം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെന്നും ഒരു സുവർണ്ണ കാലഘട്ടം തന്നെ. സർക്കാർ വന്ന് 100 ദിവസം തികയുന്നതിന് മുമ്പേ കേരളത്തിലെ സഖാക്കൾ മൊത്തം അസ്വസ്ഥരായി. UD സർക്കാർ നിലവിൽ വന്ന് ഈ 100 ദിവസം കൊണ്ട് ചെയ്തതിന്റെ 10% കാര്യം പോലും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പിണറായി സർക്കാർ ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സഖാക്കൾ അസ്വസ്ഥരാവാനുള്ള കാരണം. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ദിവസം കൊണ്ട് തന്നെ സഖാക്കൾ ഇത്രയും അസ്വസ്ഥരാവാനുള്ള കാരണങ്ങൾ എന്തുവാന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 2. ആശാവർക്കർമാരുടെ ശമ്പളം 3000 രൂപ പിന്നെയും വർദ്ധിപ്പിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 3ാമതായിട്ട് ഈ 3 മാസവും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ എല്ലാവരും വീട്ടിലെത്തിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 4. ഓപ്പറേഷൻ തൂഫാൻ. സഖാക്കൾ അസ്വസ്ഥരാണ്. 5. റേഷൻ കട, സപ്ലൈകോ, മാവേലി സ്റ്റോർ എല്ലാ സജീവം സാധനങ്ങളും സുലഭം. സഖാക്കൾ അസ്വസ്ഥരാണ്. 6. അംഗനവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും ശമ്പളം 1000 രൂപ വീണ്ടും വർദ്ധിപ്പിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 7. കിടപ്പ് രോഗികൾക്ക്, ക്യാൻസർ, ഓട്ടിസം ബാധിച്ച രോഗികൾക്ക് കിട്ടുന്ന ആശാ സ്വീകരണം 600 രൂപയായത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 8. 7 വർഷത്തിന് ശേഷം KSRTC പെൻഷൻകാരുടെ ഉത്സവബത്ത 1250 അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 9. കുടുംബശ്രീ ജീവനക്കാർക്ക് 1200 രൂപ ഓണം അലവൻസ് ലഭിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 10. ലോട്ടറി ജീവനക്കാർക്ക് 1000 രൂപ ഓണം അലവൻസ് അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 11. നെല്ല് കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക തിരിക്കാൻ 150 കോടി അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 12. റബ്ബർ താങ്ങുവില 200 നിന്ന് 250 ആക്കി. സഖാക്കൾ അസ്വസ്ഥരാണ്. 13. സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന വികസനത്തിനായിട്ട് 45 കോടി അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 14. തെങ്ങ് പുതുകൃഷി ധനസഹായമായിട്ട് ഒന്നിന് 40 രൂപയിൽ നിന്ന് 350 ആക്കി വർദ്ധിപ്പിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 15. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 14.40 കോടി രൂപ അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 16. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് 544 കോടി രൂപ അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 17. പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പായിട്ട് 310 കോടി രൂപ അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 18. തൃശൂർ ജില്ലയിലെ 2024 കാലയളവില് ഉരുൾപൊട്ടലും കാലാവസ്ഥാ കടത്തിലുമായിട്ട് വീട് നഷ്ടപ്പെട്ട 248 പേർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. 19. പൂട്ടിക്കിടക്കുന്ന തേയില തൊഴിലാളികൾക്ക് 1000 രൂപ മൂല്യമുള്ള 20.87 ലക്ഷം സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡ് അനുവദിച്ചു. സഖാക്കൾ അസ്വസ്ഥരാണ്. പിന്നീട് എല്ലാ സർക്കാർ ജീവനക്കാർക്കും കൃത്യമായിട്ടുള്ള അലവൻസ്, അഡ്വാൻസ്, ബോണസ് എന്നിവ അനുവദിച്ചു കൊടുത്തു. സഖാക്കൾ അസ്വസ്ഥരാണ്. നല്ലത് കാണുമ്പോൾ നെഞ്ചുവേദന വരുന്ന നിങ്ങളെപ്പോലുള്ള എല്ലാ സഖാക്കൾക്കും ഇത് കെടുതിയിലെ ഒരു വലിയ കഷ്ടകാലമായിട്ട് തോന്നും. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം.